ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട്. കാരണം ഒരു ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാനിവിടെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇതെൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്, ബേബി പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാവോ എന്നുള്ളത്. ഞാനങ്ങനെ ഓർഡർ എടുത്തിട്ട് ഒരുപാട് ചെയ്തു കൊടുക്കാത്തൊരു സാധനമാണ് ബേബി. ഇപ്പോൾ ഫ്രോക്കാണെങ്കിലും അല്ല റോംബേഴ്സ് ആണെങ്കിലും ഒക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും അതിന്. പിന്നെ അതിന് നമുക്ക് ബേബീസിന് പറ്റുന്ന മാതിരിയുള്ള യാണ് ഏതാണ്, അവർക്ക് കംഫർട്ടബിൾ ആവുമോ, ഇതൊക്കെ എൻ്റെ ഡൗട്ടുകളാണ്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത് എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ട്വിൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അടുത്തത് ചെയ്യുമ്പം നിങ്ങൾക്കും കൂടി കാണിച്ച് തന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ ഫുൾ ഫ്രോക്ക് ചെയ്യുന്നത് കാണിക്കില്ല. കാരണം കുറേ സമയം എടുക്കും അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് എത്ര സ്റ്റിച്ചുകൾ വേണം, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ പാറ്റേൺ മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കാണുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രോക്ക് ഇത് കണ്ടോ, ഒരു 0 to 4 months വരെ അല്ലെങ്കിൽ ഒരു 3 months വരെയുള്ള ഒരു ഗേൾ ബേബിക്കുള്ള ഒരു ഫ്രോക്കാണ്. അപ്പം ഇതിൻ്റെ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിന് എത്ര ചെയിൻ നമുക്കിവിടെ ഇടണം എന്നുള്ളത് പറയാം. പിന്നെ നമ്മളതിപ്പോൾ കുറച്ച് വലിയൊരു കുട്ടിക്കാണ് അത് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റുന്നത് എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ യോക്കിൻ്റെ ഈ പൊസിഷൻ വരെ നമ്മൾ ആദ്യം ചെയ്യും. അതിനുശേഷം ഇത് സെയിമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സെയിമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ബോർഡറിൽ റെഡ് നമ്മൾ കോട്ടൺ പ്ലസ് എക്കർലിക് യാണാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള യാണാണ് കേട്ടോ. ഇത് ന്യൂ ബോൺ അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കങ്ങനെ കുറച്ച് കോട്ടണിൽ ചെയ്യുമ്പം എങ്ങാനും അവർക്കൊരു റഫായിട്ട് ഫീൽ ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് കോട്ടൺ പ്ലസ് എക്കർലിക് യാണാണ് ചെയ്തേക്കുന്നത്. എൻ്റെ ബോർഡറൊക്കെ ഫുൾ കോട്ടൺ ആയിട്ടുള്ള യാൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, അതിനൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു റെഡ് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രിസ്മസ് തീമിൽ ചെയ്യാൻ പറഞ്ഞ ഒരു ഫ്രോക്കാണ്. ഇതിനിങ്ങനെ ഒരു റെഡ് ഒരു ഫ്ലവറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഫ്ലവർ. അത് നമ്മൾ അറ്റാച്ച് ചെയ്യാം. അത്രയേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന കാരണം കൊണ്ട് വീഡിയോ തുടക്കം തന്നെ കുറേ ലെങ്ത് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നമ്മളിത് വർദ്ധമാൻ്റെ കോട്ടൺ എന്ന് പറയുന്ന ക്രീം കളർ യാണാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഈ ത്രെഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ റെഡ് ത്രെഡിൻ്റെയും ഞാൻ കൊടുത്തിരിക്കാം. ഇത് ഞാൻ മാജിക് നീഡിലിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ഡീറ്റെയിൽ പറയാനുള്ളത്, ത്രെഡ് ഇപ്പോഴും എങ്ങനെയാണ് മേടിക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വർദ്ധമാൻ കോട്ടൺ യാണെന്നും പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ക്രീം കളർ യാണൊക്കെ അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. പക്ഷെ ഇത് നല്ല യാണുമാണ്. ഞാൻ കഴിഞ്ഞ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യാണിൽ വർക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു 5 പ്ലേ യാണാണ്. അപ്പം അതിങ്ങനെ ഇങ്ങനെ വിട്ട് വരും. പക്ഷേ എന്നാലും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല സുഖമാണ്. കളറൊന്നും ബ്ലീഡ് ആവത്തൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം. അങ്ങനെ കുറേ ഒരു പ്ലസ് പോയിൻറ്റ്സും ഈ യാണിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷമയോട് കൂടി ഈ യാൺ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള പ്രൊജക്റ്റുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് ഇതിനകത്ത് ഒരു 48 ചെയിനാണ് ചെയ്യേണ്ടത്. നമ്മളിതിനൊരു 4 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. 48 ചെയിൻ ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മളിത് 48 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി എണ്ണി അത് കൺഫേം ചെയ്തു 48 എണ്ണം തന്നെയല്ലേ എന്നുള്ളത്. +2 ചെയ്യുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്രയായി? 48 + 2 50 ആയി.
ഇനിയിപ്പം നമുക്ക് കുറച്ച് വലിയ ബേബിക്കുള്ള ഒരു ഫ്രോക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, ഉടുപ്പാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഈ 48 എന്നുള്ളത് 58 ആക്കുക. 58 ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം ഒരു 7 സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ 8 സ്റ്റിച്ചാക്കി ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം ഈ ആദ്യത്തെ 1 2 3 ചെയിൻ വിട്ടിട്ട് 4ാമത്തെ ചെയിനിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 3 വിട്ട ചെയിനെ നമ്മൾ ഒരു സ്റ്റിച്ചായിട്ടാണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2ാമത്തെ സ്റ്റിച്ച് 4ാമത്തെ ചെയിനിൽ ചെയ്യുന്നു. 1 2 3 വിട്ടിട്ട് ഇതിൽ ഡബിൾ ക്രോഷിയാണ് നമ്മൾ ചെയ്യുന്നത്. 3 ചെയിൻ നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 2 അങ്ങനെ 7 ഡബിൾ ക്രോഷിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. 3 4 5 6 7 7 ചെയ്തു. ഒന്ന് എണ്ണ 1 2 3 4 5 6 7 നമ്മൾ ചെയ്തു. ഇനി നമ്മളിവിടെ 2 ചെയിൻ ചെയ്യാം. ഓക്കെ. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഡബിൾ ക്രോഷ്യോ ചെയ്യാം. ഇവിടെ നമ്മൾ താഴെ ഒരു സ്ഥലത്ത് നമ്മൾ വിടുന്നില്ല. 2 ചെയിൻ ചെയ്തു നമ്മളിവിടെ. അടുത്ത സ്റ്റിച്ച് തൊട്ട് 10 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. 1 2 9 10. നമ്മൾ ആദ്യം 7 ഡബിൾ ക്രോഷ്യോ ചെയ്തു, ഇൻക്ലൂഡിങ് ഈ അറ്റത്തുള്ള 3 ചെയിൻ അടക്കം കേട്ടോ. 1 2 3 4 5 6 7 ചെയിൻ 7 ഡബിൾ ക്രോഷ്യോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റിച്ച് തൊട്ട് നമ്മൾ 10 ഡബിൾ ക്രോഷ്യോ ചെയ്തു. 1 2 3 4 5 6 7 8 9 10. ഇനി ഇപ്പം നമ്മൾ വലിപ്പം കൂട്ടുന്നുണ്ടെങ്കിൽ ഈ 10 എന്നുള്ളത് നമ്മൾ 2 സൈഡിലും ഓരോന്ന് കൂടി വരിക ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് അടുത്തത് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് 2 ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 14 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അതാണ് നമ്മുടെ ഫ്രണ്ട് നെക്കായിട്ട് വരുന്നത്. 13 14 നോക്കുക. നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 സ്റ്റിച്ചായി കണ്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ 2 ചെയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി ഇത് രണ്ടും റിപ്പീറ്റ് തന്നെ ചെയ്യുക. അടുത്തത് 10 ചെയ്യുക. അത് കഴിഞ്ഞ് 10 ചെയ്യുക. ഇനി നമ്മൾ ഇത് രണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെയ്തതുപോലെ തന്നെ 10 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. 10 പിന്നെ 2 ചെയിൻ ചെയ്യുക. അടുത്ത 7 ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്യുക. 1 2 3 4 5 6 7 കണ്ടോ. കറക്റ്റ് സ്റ്റിച്ചാണ്. നമ്മളത് 48 ഇട്ടിട്ട് പിന്നെ 2 കൂടി ഇട്ടിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് കണ്ടോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലുപ്പമുള്ള നെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ ഫ്രോക്കിൻ്റെ ഫസ്റ്റ് ലെയറാണ് കേട്ടോ ചെയ്തത്. ഈ നെക്കിൻ്റെ ഇത് കണ്ടോ, ഈ ഫസ്റ്റ് ലെയറാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്കിനി വലിപ്പമുള്ളൊരു നെക്കാണ് വേണ്ടത്. അടുത്ത നെക്സ്റ്റ് സൈസുള്ള ബേബിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രോക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എണ്ണം കൂട്ടുന്നത് എന്നുള്ളത് പറഞ്ഞു തരാവേ. ഇവിടെ 7 എണ്ണമല്ലേ നമ്മൾ ചെയ്തത്. ഈ സൈഡും ഓരോ സ്റ്റിച്ചും കൂടി കൂടുതൽ വരണം. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് കൂടുതലെടുത്തു.
ഇനി ഈ സൈഡും അടുത്ത 10 എണ്ണം എന്നുള്ളത് നമ്മൾ 12 എണ്ണം ആക്കണം. അപ്പം ഇവിടെ നമ്മൾ 7 എന്നുള്ളത് 9 എണ്ണം ആക്കണം, ഇവിടെ 10 എന്നുള്ളത് 12 എണ്ണം ആക്കണം. അപ്പോൾ ഇവിടെയും 2 സ്റ്റിച്ച് കൂടി 4 എണ്ണമായി. ഇവിടെയും 2 സ്റ്റിച്ച് വീതം കൂട്ടണം, 14 സ്റ്റിച്ച് എന്നുള്ളത് അപ്പം 16 സ്റ്റിച്ചാവും. അപ്പോൾ അവിടെയും 2 എണ്ണം കൂടി, ഇവിടെയും 2 എണ്ണം കൂട്ടണം, ഇവിടെയും ഈ അറ്റത്ത് 2 എണ്ണം കൂട്ടണം. അങ്ങനെ 10 സ്റ്റിച്ച് നമ്മൾ കൂടുതൽ എടുക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ 48 ചെയിൻ ഇടുന്നതിന് പകരം 58 ചെയിൻ ഇടണം. ഇനി അതിൻ്റെയും അടുത്ത സൈസ് വേണം, അടുത്ത ഇതുള്ള കുട്ടിക്കാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ 10 സ്റ്റിച്ച് വെച്ച് കൂട്ടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് നെക്ക് ഇങ്ങനെ കിട്ടി വരും കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ വലിപ്പം കൂട്ടി വരണം കേട്ടോ. യോക്ക് പോർഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അറ്റം വരെ ചെയ്തിട്ട് നിർത്തിയേക്കാണ് കേട്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വലിപ്പം കൂട്ടേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ലാസ്റ്റ് വരെ എത്തി. ഇവിടെ നിന്ന് ഇനി നമ്മൾ 1 2 3 ചെയിൻ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യും, ഈ നെക്കിൻ്റെ പോർഷന്. എന്നിട്ട് ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ ഈ ഫസ്റ്റത്തെ ഇതിൽ ചെയ്യാറുണ്ട്, ഇത് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടണേ. അതിന് പകരം ഈ ഒരു 3 ചെയിൻ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം കൂട്ടുകയാണ് ഒരു നമ്പറായിട്ട് കേട്ടോ. അപ്പോൾ ഇത് 1 ആണ്. ഇനി അടുത്തത് നമ്മൾ ഇവിടം തൊട്ട് വേണം ചെയ്യാനായിട്ട്. 2 3 4 5 6 7. നമ്മൾ 7 എണ്ണം ചെയ്തു. ഇനി ഇതിന് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഗ്യാപ്പിലാണ് ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്. ഈ 2 ചെയിൻ ഇട്ട് വിട്ടുപോയ ഭാഗമുണ്ട്, അവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യാം. എന്നിട്ട് 2 ചെയിൻ ചെയ്യാം. ആ ഗ്യാപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോയും കൂടി ചെയ്യാം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി കൂട്ടി, ഇതിൻ്റെ കൂടെ ഈ സൈഡിൽ ഒരെണ്ണം കൂടി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി 10 എണ്ണം ചെയ്തതുപോലെ 10 ഡബിൾ ക്രോഷ്യോ അതിൻ്റെ മുകളിൽ ചെയ്യാം. ഈ ഗ്യാപ്പിൽ കൂടെ ഈ 2 ഇത് ത്രെഡ് ഉള്ളിലെടുത്ത് നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്യാം 10 എണ്ണം. ഇതാ ഇപ്പോൾ നമ്മളിവിടെ 7 എണ്ണം ചെയ്തു. അത് കഴിഞ്ഞ് ഒരെണ്ണം ഇവിടെ ഈ ഗ്യാപ്പിൽ എക്സ്ട്രാ ചെയ്തു, 2 ചെയിൻ ഇട്ടു, പിന്നെ ആ ഗ്യാപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു, ബാക്കി 10 ഡബിൾ ക്രോഷ്യോ ഇതിൻ്റെ മുകളിൽ ചെയ്തു. നമ്മൾ ഈ ഗ്യാപ്പ് വരെ എത്തി. 10 എണ്ണം ചെയ്തിട്ടില്ലെന്ന് എണ്ണി നോക്കണം കേട്ടോ. ഈ അറ്റത്തെ മിസ്സാവരുത്. ഈ അറ്റത്തെയാണ് കൂടുതൽ ആൾക്കാർക്ക് മിസ്സാവാറ്, ഈ അറ്റത്തെ മിസ്സാവരുത്. ഈ ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക, അടുത്ത ഗ്യാപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യോ, ആ ഗ്യാപ്പിൽ തന്നെ കണ്ടോ ഒരു ഡബിൾ ക്രോഷ്യോയും കൂടി ചെയ്തിട്ട് പിന്നെ നമ്മൾ 14 ഡബിൾ ക്രോഷ്യോ ചെയ്തില്ലേ, അതിൻ്റെ മുകളിൽ 14 ഡബിൾ ക്രോഷ്യോ ചെയ്യാം. നിങ്ങൾക്ക് പാറ്റേൺ ചെയ്യുന്നതും വലിപ്പം ഓരോ ലെയർ കൂട്ടിക്കൊണ്ട് വരണതും എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 10 എണ്ണം ചെയ്തത് മുകളിൽ അടുത്ത ലെയറിൽ വന്നപ്പോൾ ഇത് 12 എണ്ണമായി. അതായത് ഇവിടെ ഒരെണ്ണം കൂടി, ഇവിടെയും ഒരെണ്ണം കൂടി. അതുപോലെ ഈ 14 എണ്ണം ചെയ്തത് 2 എണ്ണം ഈ സൈഡിൽ ഒരെണ്ണം കൂടി, ഇപ്പുറത്തെ സൈഡിലും ഒരെണ്ണം കൂടും. മനസ്സിലായി? അപ്പോൾ 16 എണ്ണമാവും. അപ്പോൾ അതിൻ്റെ അടുത്ത ലെയറിൽ 16 എന്നുള്ളത് 18 എണ്ണമാവും. അപ്പോൾ ഈ ലെയർ ഫുള്ള് ഞാൻ ചെയ്ത് തീർക്കട്ടെ. ചെയ്ത് തീർത്തിട്ട് ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തി. ഈ 7 ഡബിൾ ക്രോഷ്യോയുടെ മുകളിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ ഇട്ടു. 1 2 3 4 5 എണ്ണമായി. 6ാമത്തത് നമ്മൾ ഇവിടെ ചെയ്തു ഡബിൾ ക്രോഷ്യോ. 7 എണ്ണം വേണം നമുക്ക്. നമ്മൾ ഈ 3 ചെയിൻ ചെയ്ത ഭാഗമാണ് പിന്നെയുള്ളത്. അപ്പോൾ ഈ 3 ചെയിൻ്റെ ഫസ്റ്റ് ഇതിലോട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്ത് കൊടുക്കണം. ഇത് വിട്ടു പോകരുത്. ഇത് നമ്മൾ നമുക്കിവിടെ ചെയിൻ വേറെ ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ എണ്ണത്തിന് വ്യത്യാസം വരും. ഇപ്പോൾ ഇത് കറക്റ്റായി. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്.
ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 ചെയിൻ ചെയ്യുക, ഇതിനെ ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റത്തെ ഈ സ്റ്റിച്ച് വിട്ടിട്ട്, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാ ഇവിടെ വേണം ചെയ്യാനായിട്ട്. ഈ രണ്ടാമത്തെ ഇത് തൊട്ട് ഡബിൾ ക്രോഷ്യോ ചെയ്യുക നമ്മൾ. ഇപ്പോൾ ഇത് 2 എണ്ണമായി. ഇതും കൂടി കൂട്ടുമ്പോൾ 1 2 3 4 5 6 7 8 എണ്ണം ചെയ്യുക. 9ാമത്തത് ഇവിടെ ചെയ്യുക. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ ഇങ്ങനെ 7 ലെയർ ചെയ്യണം. ഇങ്ങനത്തെ 7 ലെയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു 0 to 3 months വരെയുള്ള ബേബിയുടെ സൈസിനുള്ള യോക്കാവുന്നത് കേട്ടോ. ഒരു 7 ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പോൾ ഇത് നമ്മളൊരു 1 2 3 4 5 6 7 ലെയർ നമ്മൾ ചെയ്ത് തീർന്നു കേട്ടോ. ഇത് ലാസ്റ്റ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗമാണ് ഇതിൻ്റെ കൈയുടെ ഭാഗം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കിതിൻ്റെ കൈയുടെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ഈ ഗ്യാപ്പ് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു അടയാളം ഇടുന്നത് നല്ലതാട്ടോ, ഒരു സ്റ്റിച്ച് മാർക്കർ, പ്രത്യേകിച്ച് തുടക്കം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ. ഇനി ഇതൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്, ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇനി ഇത് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 സ്റ്റിച്ചിൻ്റെ 3ാമത്തെ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തു. അടുത്ത സ്റ്റിച്ചിലും കൂടി നമ്മളൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ഇതിപ്പോൾ നമ്മൾ നല്ല പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് വരിക. ഇതിൻ്റെ ബാക്ക് സ്റ്റിച്ചാണ് ഇതിൻ്റെ ഇതായിട്ട് വരിക. അപ്പോൾ നമ്മളിതൊന്നിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇതൊന്നിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ മുകളിലോട്ട് 1 2 3 ചെയിൻ ചെയ്യാം. നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത അതേ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ 3 ചെയിൻ ഇട്ട് നമ്മൾ ജോയിൻ ചെയ്തു. അതിനുശേഷം ഒരു 2 ഡബിൾ ക്രോഷ്യോ ചെയ്യാം. 1 2 ഒരു ചെയിൻ ചെയ്യുക. ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷ്യോയും കൂടി ചെയ്യാം. 1 2 3. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ താഴെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തതിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ചെയിൻ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ 1 2 ചെയിൻ വിട്ടിട്ട് ഈ 3ാമത്തെ ഇതിലോട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഇവിടെ നമ്മൾ 3 ചെയിൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അതൊരു ഡബിൾ ക്രോഷ്യോ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കൊണ്ടാണ് അതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യോ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് 3 ഡബിൾ ക്രോഷ്യോ ചെയ്യാം. ഇനി ഒരു ചെയിൻ ചെയ്യുക. അതേ സെയിം ഗ്യാപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യോ ചെയ്യാം. വേണ്ടോ? അപ്പോൾ നമുക്ക് അടുത്ത ലെയറിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടി. ഇവിടെ ഇത് ജോയിനുമായി. ഇതിപ്പോൾ 2 സെറ്റായിട്ടുണ്ട് കേട്ടോ. 1 2 സെറ്റായി. ഇനി ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ നമ്മൾ ചെയ്ത് വരണം. ഈ കൈയുടെ പോർഷൻ മാത്രം, ഇത്രയും പോർഷൻ മാത്രം നമ്മൾ ചെയ്യരുത്, അത് വിട്ട് കളയണം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇവിടം വരെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് വിട്ടിട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. ഇനി നമ്മുടെ ലാസ്റ്റത്തെയാണ്. ഇതിൻ്റെ ഇടയിൽ 2 എണ്ണം ചെയ്തിട്ട് ഈ അറ്റത്തെത്തും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ 3 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഒരു ചെയിൻ ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ്യോ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഇത്രയായി. ഇനി നമ്മൾ ഈ ജോയിൻ ചെയ്ത
ഇതിൻ്റെ ഇടയിലുള്ള ഇത് കംപ്ലീറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് അടുത്ത ഇതിലിട്ട് ഫസ്റ്റ് ഇതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതെടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഊരി മാറ്റി ആ സ്റ്റിച്ച് മാർക്കർ. ഇതാണ് നമ്മുടെ കൈയുടെ ഇത് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ളത് സ്കിപ്പ് ചെയ്ത് വിടുക. ഇത്രയും ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത്. അതാണ് നമ്മളുടെ കൈയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അറ്റം വരെ ചെയ്തു പോവുക. ഇപ്പോൾ സ്ലീവിൻ്റെ ഭാഗം എങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അറ്റത്തുള്ള സ്റ്റിച്ച് വരെ എത്തിയപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പും ഈ സ്ലീവിൻ്റെ ഇത്രയും ഭാഗവും ഇതും നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ അടുത്ത ഈ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ 2 എണ്ണം വിട്ട് മൂന്നാമത്തെ ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് വരെ ഇവിടം വരെ ചെയ്യുക. ഇവിടം വരെ എത്തിക്കഴിയുമ്പം ഇത് നമ്മൾ വിടുക. അടുത്തത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുക, ഇവിടം വരെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതിങ്ങനെ ഫുള്ള് ഈ അറ്റം വരെ ചെയ്തു കേട്ടോ. ഇത് മുഴുവനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ അറ്റം വരെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ ബാക്കി 2 സ്റ്റിച്ച് ഉണ്ട്. അത് ഈ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലും ഗ്യാപ്പ് വന്നതുപോലെ ഇവിടെയും 2 സ്റ്റിച്ച് ഗ്യാപ്പ് ഇടുക. ഇവിടുന്ന് നമ്മൾ 1, 2 ഇവിടുന്ന് മൂന്നാമത്തെ ചെയിനിലോട്ട് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നത്. മൂന്നാമത്തെ ചെയിനിലോട്ട് നമ്മളിതിങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട്. എന്നിട്ട് നമുക്കിനി ഈ ഗ്യാപ്പ് വരെ നമുക്കിത് എത്തിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുവരിക. അടുത്ത സ്റ്റിച്ചിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മളുടെ ത്രെഡിനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഇടയിൽ നമ്മളൊരു ചെയിൻ വിട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് ഇനി അടുത്തത് നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. 1, 2, 3 ചെയിൻ ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ചെയിൻ ചെയ്യുക, പിന്നെ 3 ഡബിൾ ക്രോഷ്യോ. അതേ ആ ഗ്യാപ്പിൽ നമ്മൾ ആ ഒരു ചെയിൻ ഇട്ട് പോയ ആ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ കിട്ടി. പിന്നെ നമ്മളൊരു ചെയിൻ ഒന്നും ഇടണ്ട, നമ്മൾ നേരെ ഡബിൾ ക്രോഷ്യോ ഇങ്ങോട്ട് ചെയ്യാം. 1, 3 എണ്ണം, 2, 3 ഒരു ചെയിൻ ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഇത്രയും ഒന്ന് ജോയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ പാറ്റേൺ അങ്ങ് എത്ര ലെയറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങ് താട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ 3 ചെയിനിലേക്ക് ജോയിൻ ചെയ്യും, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് എത്തും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ലെയർ ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് എത്ര ലെങ്ത്താണ് ആ ഫ്രോക്കിന് വേണ്ടത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ ലെങ്ത്തിന് നമ്മളത് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു 14-15 ലെയറാണ് കേട്ടോ. 14ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് എണ്ണി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ ഇത്രയും ലെയറാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എണ്ണി നോക്കാവേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ലെയർ. ഈ 14 ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെയുള്ള അറ്റത്താണ് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഈ റെഡ് വെച്ചിട്ട് ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നതാണ്. അതിപ്പം നിങ്ങൾക്കാണെങ്കിലും ഞാനിപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ ഈ അറ്റത്താണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിത് അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ അഴിച്ചെടുക്കട്ടെ. ലാസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് തീർന്നിട്ട് നമ്മൾ
ഇതുപോലെ ലാസ്റ്റത്തെ വരെ നമ്മൾ ചെയ്തിട്ട് നമ്മളിവിടെ ഈ 3 എണ്ണത്തിലോട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇതിനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഈ ത്രെഡിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം നമ്മളുടെ റെഡ് ത്രെഡ് എടുത്തിട്ട് ഇത് കനം കുറഞ്ഞ റെഡ് ത്രെഡ് ആട്ടോ. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മൾ ഇതിൻ്റെ എവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ചെയിനിൽ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു പോവുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ എടുക്കുക, അടുത്ത ഇതിലെടുക്കുക, ഇങ്ങനെ ഇത് കണ്ടോ, ഈ ചെയിനിൻ്റെ ഈ 2 സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ 2 സ്റ്റിച്ചിലും കൂടി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചെയ്തു പോവുക. കണ്ടോ, അടുത്ത ഇതിലെടുക്കുക, ഇങ്ങനെ ചെയ്തു പോവുക. ഇങ്ങനെ ചെയ്തു പോവുക. നമുക്ക് ഈ കോർണറിലെത്തുമ്പോൾ ഉണ്ടല്ലോ, ഈ കോർണറിലെത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുള്ള് അടിക്കോടെ നമുക്ക് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ അടിക്കോടെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ കൂടെ നമുക്കിങ്ങനെ ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഓരോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡറിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മൾ വൈറ്റ് ത്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒക്കെ വിടുക. അപ്പോൾ യോക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് ഇത് കണ്ടോ, ഇത് സെയിം അളവാണ്. കണ്ടോ, കറക്റ്റ് അളവാണ്. ഇതും ഒരേ അളവാണ്. പിന്നെ ഇതിൻ്റെ നീളം അല്ലെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വിടും. ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്. ആ ബട്ടൺ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറ്റിയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു 2 ബട്ടണൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. ഇവിടെ അങ്ങനെ ബട്ടണും കൂടി വെക്കുക. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവിടെ സ്ലീവിൻ്റെ ഇവിടെ നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ. പിന്നെ നമുക്കിതുപോലെ ഫ്ലവർ വേണമെങ്കിൽ ചെയ്ത് നമുക്ക് 1 എണ്ണോ 2 എണ്ണോ 3 എണ്ണോ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയാണ് ഈ ഉടുപ്പിൻ്റെ പാറ്റേൺ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്ലവർ ഞാൻ മുൻപ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ ആ വീഡിയോ പോയിട്ടൊന്ന് കാണുക. അപ്പോൾ ഈ ഉടുപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ യോക്ക് പോർഷൻ എങ്ങനെയാണ് വീതി കൂട്ടേണ്ടത്, എണ്ണം കൂട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഈ പോർഷൻ ചെയ്തെടുക്കുന്നതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പം അധികം ഈ ഒരു 3 months ബേബിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം ഞാൻ ഫ്രില്ലുള്ള മാതിരി ഇങ്ങനെ മടങ്ങി ഒരു ഇത് കിടക്കുന്ന പോലെയല്ല, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് കുറച്ചും കൂടി തിക്കായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കിടക്കുന്നത് പോലെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 ചെയിൻ വിട്ട സ്ഥലത്ത് 1 ചെയിൻ വിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടിയും ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ്റെ ഈ വേവ് കുറച്ചും കൂടി കൂടുതലായിട്ട് വരും. ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ ചുരുങ്ങി കിടക്കും. അപ്പോൾ അത് താഴോട്ട് ചെയ്ത് വരും തോറും ഇങ്ങനെ നല്ല വീതിയിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇതായിട്ട് നമുക്ക് കിടന്ന് കിട്ടും കേട്ടോ. അപ്പം ഇനി ഞാൻ പറയുന്നത് ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് എനിക്ക് എത്ര ത്രെഡ് വന്നു എന്നുള്ളതാണ്. ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒരു റോളർ ത്രെഡ് ഫുള്ള് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം 1 or 2 റോള് മേടിച്ച് വെച്ചിട്ട് വേണം ഫ്രോക്ക് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തികയാതെ ഓരോരുത്തരുടെ സ്റ്റിച്ച് എടുക്കുന്നതിൻ്റെ ലെങ്ത്ത് ഇപ്പം ഇതുപോലെ ഫ്രില്ല് കൂടുതലിട്ടിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പം ത്രെഡ് കൂടുതൽ വേണ്ടി വരും. ഈ ഒരു സൈസിന് ചെയ്യാനായിട്ട് എനിക്ക് ഒരു റോള് ഫുള്ള് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറേ നാളായിട്ട് ചോദിക്കുന്നൊരു വീഡിയോയാണ്. എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയാൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.